ഹായ് ഫ്രണ്ട്സ്, ഈ കഥയിൽ കാണിക്കുന്ന ഈ പെൺകുട്ടിയുടെ പേരാണ് അസ്മി. ഇവിടെ ആരോ തട്ടിക്കൊണ്ട് വന്നിട്ട് പൂട്ടിയിട്ടേക്കുവാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചുവരിൽ വെൽക്കം എന്നായിരുന്നു എഴുതിയിരിക്കുന്നത്. അവൾ ശരിക്കും പേടിച്ച് വരച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ രക്ഷപ്പെടാൻ വേണ്ടി കുറേ സമയം വാതിൽ തട്ടി നോക്കി. പക്ഷെ ആരും അവിടെ ഇല്ലായിരുന്നു. കുറെ ഒച്ചരിച്ച് നോക്കിയിട്ട് പോലും ആരെയും അവിടെ കാണുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്ന സീനിൽ അവിടെ കൂട്ടുകാരികളായ ഇന്ദുവും ദിവ്യയുമാണ്. സംസാരിക്കുന്നതും അസ്മിയെ കുറിച്ച് തന്നെയായിരുന്നു. അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് ആരോ വന്ന് ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് കൂട്ടുകാരിയായ അസ്മി തന്നെ ഒന്നും നോക്കാതെ അവർ ഹോസ്പിറ്റലിലാണ് ശങ്കർ. അസ്മിയെ വലിയ സ്നേഹമാണ്. ഒന്നും നോക്കാതെ തന്നെ പിന്നെ തൊട്ട് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ശങ്കർ ആയിരുന്നു. ദിവ്യ അവൾ ഇവളെ കാണാൻ വരികയായിരുന്നു. ശങ്കർ ഒരുപാട് വിഷമങ്ങൾ നിന്റെ ഈ അവസ്ഥയിൽ അനുഭവിക്കുന്നുണ്ടെന്ന്, നിന്റെ കൂടെ താമസിക്കാനും നിന്റെ കൂടെ ജീവിതം കഴിക്കാനും അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അസ്മി പറഞ്ഞു, എനിക്കതെല്ലാം അറിയാം. അങ്ങനെ പിറ്റേ ദിവസം അവൾ നന്നായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് അവൾ ശങ്കറിനോട് പ്രപ്പോസ് ചെയ്യുകയാണ്. എല്ലാം കൂടി ചേർന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അവൾക്ക് സന്തോഷവതിയായിട്ടിരിക്കാൻ ആവുന്നില്ലായിരുന്നു. അവളെ ആരാണോ തടവിലാക്കി അവരെ കണ്ടുപിടിക്കണം എന്ന് അവളുടെ ഉള്ളിൽ നന്നായിട്ട് ആഗ്രഹമുണ്ട്. അത് തടവിന് ഒരു ദിവസം അവൻ പറയുകയാണ്, എൻ്റെ ഒരു ബോസ് വരുന്നുണ്ട് വീട്ടിൽ, നീ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കണം. അങ്ങനെ അവൾ വളരെയധികം സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ ബോസ് വന്നു. അങ്ങനെ അവളുടെ ഉള്ളിൽ ചെറിയൊരു സംശയം തോന്നുകയാണ്. അവളെ പൂട്ടിയിട്ടത് ഇയാളായിരിക്കുമോന്ന്. ശബ്ദം മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവൾ. ഈ ശബ്ദം എവിടെയോ നല്ല പരിചിതമുണ്ടെന്ന് തോന്നി. പിന്നെയും ബോസിനെ പ്രൊഫസർ എന്ന് പറഞ്ഞിട്ടായിരുന്നു സംബോധന ചെയ്യുന്നത്. അവളെ പൂട്ടിയിട്ട ആളുടെ ശബ്ദം മാത്രമേ അവൾ കേട്ടു. അയാളും ഇവളോട് പറഞ്ഞത് അയാൾ ഒരു പ്രൊഫസർ ആയിരുന്നു എന്നായിരുന്നു. അവിടെ സംശയം ഇരട്ടിക്കുകയായിരുന്നു. ഇയാൾ തന്നെയാണോ എന്നെ പൂട്ടിയിട്ടത്? കൂടാതെ തന്നെ ഭഗവത്ഗീതയിലെ കുറിച്ച് വാക്യങ്ങളും ശ്ലോകങ്ങളും ഒക്കെ അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളെ പൂട്ടിയിട്ട സമയത്ത് അയാൾ രാത്രികളിൽ ഇവൾക്ക് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങൾ വായിച്ചു കൊടുക്കുമായിരുന്നു എന്നുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബോസും ശങ്കറും മദ്യപിക്കുകയായിരുന്നു. ഒരു സംശയം തോന്നാത്ത വിധേയത അതേക്കുറിച്ച് ഉറക്കഗുളികൾ മദ്യത്തെ നിക്ഷേപിക്കുകയും ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ ബോസിന്റെ മയക്കം ആകാൻ തുടങ്ങി. അവൾ ഷെൽഫിൽ നിന്ന് ഗൺ എടുത്തുകൊണ്ടായിരുന്നു പോകുന്നത് അയാളെ വകവരുത്താൻ വേണ്ടി. അങ്ങനെ മണത്ത് നോക്കുകയാണ്. അവൾക്ക് അയാളുടെ മണം നന്നായിട്ട് അറിയായിരുന്നു. അവളെ പൂട്ടിയിട്ട സമയങ്ങളിൽ എപ്പോഴും അടുത്ത് വരുമായിരുന്നു. ഇന്ന് പുറത്തിറക്കി. അതിനുശേഷം അവൾ അയാളെ പിടിച്ച് കസേരയെ കെട്ടിയിടാൻ ശ്രമിക്കുകയാണ്. അവൾ ഉപദ്രവിക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ ചോദിക്കുകയാണ്, എന്നെ താൻ എന്തിനാ ഇത്രയും വർഷം പൂട്ടിയിട്ടേന്ന്. അവൾ അയാളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ആ സമയം തന്നെ ശങ്കർ അങ്ങോട്ട് വരികയായിരുന്നു. ആ പെരുമാറ്റം കണ്ട് ശങ്കർ അതിശയിച്ച് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? നീ എന്തിനാണ് എൻ്റെ ബോസിനെ കെട്ടിയിട്ടേക്കുന്നതാണ്? ഇയാൾ തന്നെയാണ് എന്നെ കെട്ടിയിട്ടതെന്ന് എനിക്ക് ഉറപ്പാണ്. അവളോട് പറയുകയാണ്, ബോസായിട്ട് ചെയ്തേന്നുള്ളത് നമുക്ക് തെളിവൊന്നുമില്ല. നീ എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബോസിന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, തനിക്ക് എന്തെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി വല്ലതും ഉണ്ടോ, അടഞ്ഞു കിടക്കുന്ന വല്ലതും? അങ്ങനെ അവരെല്ലാവരും കൂടി ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോകാൻ തീരുമാനം. ചോദിക്കാതെ തന്നെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് അവൾ അവനെ കൊല്ലുകയും ചെയ്തു ബോസിനെ.